നമ്മളെല്ലാവരും ഇങ്ങനെ കാത്ത് കൃത്യസമയമാകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് വരാനായിട്ട്. കാരണം എല്ലാ ദിവസവും നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ട് നിറച്ച് പാട്ട് കേൾക്കാനുള്ള സമയമാണ് ടോപ്പ് സിംഗർ അല്ലേ. അപ്പോൾ ഇന്നും ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പാട്ടൊക്കെ കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി, MJ അങ്കിൾ. വെൽക്കം. എന്തോ ഗ്ലൂം കുട്ടിയുടെ ഒരു കുറവുണ്ടല്ലോ, ഒരു കുറവുണ്ട്. ആ കുറവ് നമ്മളിപ്പോ നികത്തി തരും. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമുക്ക്. കാരണം കുറച്ചു ദിവസം കാണുന്നില്ലല്ലോ. പിന്നെ MJ അങ്കിൾ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നില്ലല്ലോ. അപ്പൊ കുറച്ച് കൂടുതൽ മിസ് ചെയ്യും. MJ അങ്കിളിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കുറവ് നികത്താൻ പോവാണ്. അങ്ങനെ വെറുതെ നികത്തലൊന്നുമല്ല, വിത്ത് സെലിബ്രേഷൻ റൗണ്ടിൽ നമ്മുടെ ഗ്ലൂം കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ചക്കരക്കുട്ടി, എത്ര ദിവസമായി കണ്ടിട്ട്? ഞാനവിടെ വർക്കിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക, ഇപ്പൊ ഗ്ലൂം കുട്ടി പാടുന്നുണ്ടാവും, എന്ത് പാട്ടാണ് പാടുന്നത്, എത്ര നന്നായിട്ട് പാടുവോ കുട്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഏത് പാട്ടാ പാടിയതെന്ന്? അല്ലിയാമ്പലാണോ പാടിയ? അസലായിട്ട് പാടിയല്ലേ? നന്നായിട്ട് പാടി. അപ്പൊ എത്ര മാർക്ക് കിട്ടി? 100. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് 100 കിട്ടണേ അല്ലേ? ആ, അത് കൊള്ളാമേ. അങ്കിളിനൊരു കൈഡി വേണ്ടേ? ഇപ്പൊ തന്നെ. ഇന്ന് ഏതാണ് പാട്ട്? അതെങ്ങനെയാ ട്യൂൺ? ഇത് പ്രിയമല്ലേ? പ്രിയം ഫിലിം. ഈ പ്രിയം എന്ന് പറഞ്ഞ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തത്. പാട്ടുകള് ബേണിച്ചേട്ടനും ഇഗ്നീഷ്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. സനിലാണ് ഡയറക്ടർ. അതാണല്ലോ ഈ വേഷത്തിൽ വന്നേക്കണേ. നല്ല നന്നായിട്ട് നല്ല കളർ ഉടുപ്പിന്റെ. ഇപ്പൊ ചെയ്യുവാണോ പാട്ടിന് മുന്നേ? അത് കഴിഞ്ഞിട്ടാണോ? പാട്ടിന് മുന്നേ ചെയ്തിട്ടാണോ? റെഡി. ഫസ്റ്റ് ഞാനും മീനു ചേച്ചിയും കൂടി ചെയ്യും. അയ്യോ, മീനു ചേച്ചി ഇതിൽ ചെയ്ത നിലത്ത് കിടക്കും കുഞ്ഞു. ഞാൻ 2-3 വട്ടമായി നടന്നെന്റെ എനിക്കുള്ള എക്സസൈസ്. അതുകൊണ്ട് എസ്തർ കുട്ടി പാട്ട് കഴിഞ്ഞ് ചെയ്യാം അല്ലെ? നീ അണച്ചാലോ? ശരി, അപ്പൊ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഡീറ്റെയിൽസ്. സിനിമ പ്രിയം, മ്യൂസിക് ബേനി ഗ്രേഷ സാർ, ലിറിക്സ് S രമേശൻ നായർ സാർ, പാടിയത് സുബിൻ ചേട്ടനും നയന ചേച്ചി. വർഷം 2000. താങ്ക് യു. തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല, ഒന്ന്
വെരി ഗുഡ്. ജിഞ്ചക്ക 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 ജിഞ്ച ജിഞ്ചക്ക 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 ജിഞ്ച ജിഞ്ചക്ക 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 ജിഞ്ച ജിഞ്ചക്ക 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 ജിഞ്ച തന്നൊന്നും താനൊന്നും താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോവൽ പൈങ്കിളികൾ ഒന്നാലാം കുന്നിന്റെ ഓമനകൾ താരന്റെ കിങ്ങിണികൾ. എസ്തർ കുട്ടി, ഗ്ലും കുട്ടി, നന്നായിട്ട് പാടി. നന്നായിരുന്നു പാടിയത്. പക്ഷെ എത്ര ഗ്ലും ആയിരുന്നു. എണ്ണിയപ്പോ കൗണ്ട് പോയി ഒരു സമയം കഴിഞ്ഞപ്പോ. പല്ലവിയിൽ ഗ്ലുമ്മ്, അനുപല്ലവിയില് ഗ്ലുമ്മ്, പിന്നെ മിഡ് പല്ലവിയിൽ ഒരു ഗ്ലുമ്മ്, അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിൽ ഒരു ഗ്ലുമ്മ്. പക്ഷെ ലാസ്റ്റ് പല്ലവിയിൽ ഒരു ഗ്ലുമ്മില്ലാതെ ഫുൾ പാടി. ചരണവും അതുപോലെ തന്നെ ഗ്ലുമ്മില്ലാണ്ട് പാടി അല്ലേ? ഒരു 3-3.5 ഗ്ലും ഉണ്ടായിരുന്നു. അതെ. പിന്നെ എനിക്ക് തോന്നിയത് ആ ബീജി കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്തെ തുടങ്ങുന്ന സ്ഥലമല്ലേ, പുത്തരിപ്പാടം, പച്ചവിരിച്ചാൽ പൂവിന് പോകണ്ടേ, അതുപോലെ തന്നെ ചരണത്തിന്റെയും കൽക്കണ്ട ചുമരുള്ളൊരു, അവിടെ മാത്രം ശ്രുതിയിൽ കുറച്ചും കൂടി ചേരണമെന്ന് എനിക്ക് തോന്നി. ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ വളരെ മനോഹരമായിട്ട് പാടി നമ്മുടെ എസ്തർ കുട്ടി, ഈ ഗ്ലും ഒഴിച്ചാൽ. ഓക്കെ, മിടിക്കുകയാണ് കേട്ടോ. മിടിക്കുക. എന്തായാലും ഇവരൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് ആ റാമ്പ് വാക്കൊന്ന് കാണണം. വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ സംസാരിക്കണോ? അതല്ലേ വേണോ? പക്ഷെ ഒരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. ഈ വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട്? പുള്ളി പശുവിന്റെ പാലുണ്ട്. സോറി സെലിബ്രേഷൻ റൗണ്ട് ആവുമ്പോ ഞാൻ അറിയാണ്ട് കുറച്ച് ഉഷാറ് കൂടുതലാ. കുട്ടി ആരാണ്? നമ്മുടെ ക്യാപ്റ്റൻ ആണോ അതോ ഗ്ലും കുട്ടി? ക്യാപ്റ്റൻ ആണ്. കൊറേ ഭാഗങ്ങളൊക്കെ അസലായിട്ട് പാടിയേട്ടാ. വെരി ബിഗിനിങ് ഇല്ലേ, അത് കുറച്ചും കൂടെ നമുക്ക് റിതമിക്കായിട്ട് പാടിയാലോ? ജിഞ്ചക്ക 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 ജിഞ്ചക്ക, അങ്ങനെ റിതമില്ലേ? കണ്ടില്ലേ? മിന്ന മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല ഒന്നാമത്തെ തോണിയേറി പൊന്നാലം കിളി വന്നിറങ്ങുമ്പോൾ തന്നിടാമൊരു പൊന്നോല. അതാണ് ഇപ്പൊ ഗ്ലും വന്നില്ലല്ലോ. കുട്ടിക്കൂറുമ്പുള്ളോരമ്മിണിപ്പൂവാരി പാട്ട് പഠിപ്പിച്ചതാരടി വായാടി. അല്ലേ? അപ്പൊ ഇങ്ങനെ ഡാൻസ് വരുമ്പോഴത്തേക്കും ഗ്ലും വരില്ല. ഇപ്പൊ ഡാൻസ് ഇല്ലാത്തപ്പോ എന്ത് വരും? ഗ്ലും വരും. അപ്പൊ ഗ്ലും നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കണം അല്ലേ ക്യാപ്റ്റൻ? യെസ്, യു ആർ റൈറ്റ്. Absolutely correct. അയ്യോ, ഗ്ലും 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 ഒരു 3-3.5 ഗ്ലും. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ എസ്തർ ബേബി. പൊന്നിന് പറ്റിയ പാട്ട്, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അല്ല എം ജെ സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനില്ല. ഒരു റാമ്പ് വാക്ക് കണ്ടിരുന്നെങ്കിൽ സന്തോഷം. ഹാപ്പി. മ്യൂസിക് ഇടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ, ഒരാൾ രക്ഷപ്പെടാൻ നോക്കുന്നു, ഞാൻ സമ്മതിക്കില്ല. ക്യാപ്റ്റൻ ആര്യ ചേച്ചി വാ. ഗൈസ്, Captain. നോ, ഓടി വാ. വാട്ട് ഈസ് ദിസ്? ഓക്കെ, എസ്തർ കുട്ടി നടക്കണം നടപ്പ് നോക്കി. എന്റെ അമ്മേ, പോയായിരുന്നു ശിവ. എക്സ്പ്രസ് പോണ പോക്ക്. കറക്റ്റ് കാറ്റ് വാക്കാ.
സൂപ്പർ ഫ്രാജിലിസ്റ്റിക് ഇത് professional ആ കേട്ടോ. അല്ലേ? ഇതാരാ പഠിപ്പിച്ച എസ്തർ കുട്ടീനെ? ഇത് പ്രോ. അത് പപ്പ. പപ്പയോ? പപ്പയുടെ പപ്പയാണോ? റാമ്പോ go on. എന്നാ പപ്പയുടെ നടത്തൊന്നും കാണണം. ഇപ്പൊ മറന്നുപോയി. രണ്ടാമത്തെ അറിവിലാണ് വെപ്രാളത്തില് മറന്നുപോയി എന്തെയാണെന്ന്. രണ്ടാമത്തെ അറിവില അപ്പ ശരിയായത്. ഇന്ന് ഞാൻ ചുമ്മാ മൊബൈലിൽ കാണിച്ചു കൊടുത്തതാണ്. ആണല്ലേ? അത് ശരി. എനിക്ക് പപ്പ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ മസിൽ ഏറ്റവും കൂടുതൽ മസിലുള്ള ആൾക്കാരുടെ ഒരു മത്സരല്ലേ, അതിനകത്ത് ഇങ്ങനെയൊക്കെ Mr. നിൽക്കൂലേ, അല്ലേ? അതുപോലെ അതുപോലെ തോന്നി. മസിൽ പിടുത്തം. അതന്നെ മസിൽ. ഇനി മാർക്ക് റാംബോ ഒക്കെ കണ്ട സ്ഥിതിക്ക് പപ്പയ്ക്കും മോക്കും കൂടെയുള്ള മാർക്ക് അപ്പൊ പപ്പയ്ക്കും ഗ്ലും കുട്ടിക്കുള്ള മാർക്ക് എത്രയാണ്? എത്രയാണ്? It is 97.5 out of 100 today. അപ്പൊ ചേട്ടാ റാംബോക്ക് നടത്തിയ ആളെ മോഡലിനെയൊക്കെ എടുത്തിട്ട് പൊക്കോ. ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ. ടാറ്റാ ചേച്ചി. ടാറ്റാ. താങ്ക് യു ആര്യ ചേച്ചി. ഇന്നുണ്ടല്ലോ നമ്മുടെ കൂടെ ഉള്ള ആള് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. കാരണം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ തുടങ്ങുമ്പോ തൊട്ട് ഇപ്പൊ ഒരു 5-6 വർഷത്തിനൊക്കെ മുന്നേ ഇവിടെ വന്ന് ഞാൻ കുറച്ചുകൂടെ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരാൾ ഇവിടെ വന്ന് വിസിലൂതി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് ഒന്നും കൂടെ അങ്കിളിനെ വെൽക്കം ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടി. ജോയ് ഐപ്പ് എന്നാണ് സാറിന്റെ പേര്. MJ അങ്കിൾ ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഹൃദ്യമായ സ്വാഗതം ടോപ്പ് സിംഗർ സീസൺ 6 സാറിന്. താങ്ക് യു. ജോയ് ഐപ്പ് സാറ് കാനറ ബാങ്കിൽ നിന്ന് സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്താണ്. അദ്ദേഹം ആദ്യം CMS കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വിസിലിംഗ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ദൂരദർശൻ തിരുവനന്തപുരം അവിടുത്തെ വെരി ഫസ്റ്റ് വിസ്ലിംഗ് കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ദില്ലി നമ്മുടെ ദൂരദർശൻ മെയിൻ കേന്ദ്രയിൽ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെയും അദ്ദേഹം ഒരു കോൺസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം വേരിയസ് ചാനൽസിൽ അദ്ദേഹം പല സമയങ്ങളിലായിട്ട് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം സംഗീതം അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിസ്ലിംഗ് പെർഫോമൻസസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഏറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സീസണിൽ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടാമതാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. മീൻകുട്ടി പറഞ്ഞ പോലെ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഒരു പുതിയ നവവർഷത്തിൽ അങ്ങക്ക് എല്ലാ ആശംസകളും നേരെയാണ്. അങ്ങയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് പാട്ടായിരിക്കും സാറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്? 63 വർഷം പഴക്കമുള്ള ഒരു മലയാളം പാട്ട് S. ജാനകി അമ്മ പാടിയ തളിരിട്ട കിനാക്കൾ. ആഹാ, very what a song. അപ്പൊ നമുക്ക് ജോയ് എഫ് സാറിന്റെ ഈ വിസ്ലിംഗ് ഒരു പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാം.
ജോയ് ഐബ് സാർ ഫസ്റ്റ് സീസണിൽ സാർ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ പെർഫോമൻസിന്റെ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ദൂരദർശനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ വിസിൽ ചെയ്ത തളിരിട്ടക്കിനാക്കൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് അത് ചെയ്തു. താങ്ക് യു സോ മച്ച്. വളരെ നന്നായിരുന്നു. അതിന്റെ ആ ഫീൽ അങ്ങനെ തന്നെ വരുന്നുണ്ട് വിസിൽ ചെയ്യുമ്പോൾ. ഞാനും ഇടയ്ക്കിടയ്ക്ക് വിസിൽ ചെയ്യും. ഞാനത് എന്റെ ഭാര്യയോട് പറഞ്ഞു, മുത്തുപാലൻ സാർ നല്ലൊരു ബിസിലിംഗുകാരനാണ്, മത്സരം വല്ലതും തരുമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ അറിയാതെ എപ്പോഴും ഇവിടെ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ അറിയാതെ ഞാൻ വിസിൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറിന്റെ ഇന്നത്തെ ആ തളിരിട്ടക്കിനാക്കൾ വിസിൽ ചെയ്തത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദി കോംപ്ലിമെന്റ്സ്. സർ യെസ്, എനിക്ക് ഭയങ്കര സന്തോഷമായി കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എൻ്റെ അമ്മമ്മേനെയും അച്ചാച്ചനെയും അച്ഛമ്മയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ പെർഫോമൻസ് കാണുന്നത്. ഒരുപാട് സന്തോഷം. ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, എപ്പോഴാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഡിസ്കവർ ചെയ്യുന്നത്? എപ്പോഴാ തിരിച്ചത് പറയുകയാണെങ്കിൽ, ഞാൻ കൊച്ചുനാളില് ക്രിസ്ത്യൻ പാട്ടുകൾ ചൂടടിക്കുമായിരുന്നു. അപ്പൊ എന്റെ അമ്മച്ചി വിളിച്ച് പറയും, എടാ നീ ഇത് വിട്ടുകളയരുത് കേട്ടോ, നീ നല്ല രസമായിട്ട് പാട്ട് പാടുന്നുണ്ട്, വിട്ടുകളയരുത്. സാറിന്റെ അമ്മ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്റെ വീട്ടിലെ ആൾക്കാർ എന്താ പറഞ്ഞെന്നറിയോ? എടാ വിസിൽ ചെയ്യരുത്, പാമ്പ് വരുന്നു. അങ്ങനെ ഒരു വേർഷനും ഉണ്ട്. സംഭവം ഐ ആം വെരി ലക്കി. ഡെഫിനറ്റ്ലി. അതുപോലെ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്നു. പിന്നെ കോളേജിൽ കയറി. കോളേജിൽ കയറുമ്പോൾ ചൂടടി നടക്കുമല്ലോ, അറിയാമല്ലോ. അതതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ പ്രോഗ്രാം വന്നപ്പോ എനിക്ക് തോന്നി കുറച്ച് ഓർക്കസ്ട്രയുടെ ചേർത്തെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അവിടെ ഉണ്ടല്ലോ കോളേജിലുണ്ടല്ലോ ഓർക്കസ്ട്ര ടീം, അവരോട് എല്ലാം സംഘടിപ്പിച്ച് ഞങ്ങള് ഓർക്കസ്ട്രയോടെ പാടിയപ്പോഴത്തേന് കുറച്ചുകൂടെ ആസ്വാദകരമായി. അന്ന് കോളേജ് ഡേയില് ഒരു ഫംഗ്ഷന് ഒരു ഹിന്ദി പാട്ടാണ് പാടി കേട്ടോ. അന്നൊക്കെ ഹിന്ദിയാണ് പാടുന്നത്. 1964 എന്നാണ്. ആ പാട്ട് വളരെ ഹിറ്റായി. ആൺപിള്ളേരും പെൺപിള്ളേരും ഇങ്ങനെ ഇരിപ്പുണ്ട്. ആൺപിള്ളേര് കൂവി, സാധാരണ കൂവുന്ന ചൂടടി കൂവി. പക്ഷെ പെൺപിള്ളേരുടെ സൈഡ് വളരെ സൈലന്റ് ആയിരുന്നു. സംതിങ് ഇൻ ഇറ്റ്. പെണ്ണുങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ഭയങ്കര അപ്ലോസ് വരുമ്പോഴത്തേക്കും സംതിങ് ഇൻ ഇറ്റ്. ദാറ്റ് ഹാസ് induced me to do more on this type of things. അത് കോളേജിൽ തന്നെ പല പ്രോഗ്രാമിനും അത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ കാനറ ബാങ്കിൽ കയറി. കാനറ ബാങ്കിൽ ന്യൂസ് റീച്ച്ഡ് ഹെഡ് ഓഫീസ് ബാംഗ്ലൂർ. ഞാൻ ജോയിൻ ഇൻ ബാംഗ്ലൂർ. അവിടെ വെച്ചൊരു ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കിന് 2 ഹിന്ദി പാട്ട് പാടണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പാടി. അങ്ങനെ ഈ ദൂരദർശൻകാരൊക്കെ ഇങ്ങനെ വന്നു. അവസാനം 8 ദൂരദർശനിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് ഞാൻ ജയേന്ദ്ര സാറുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഞാനൊരു CD റിലീസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഡൺ ബൈ ഹിം. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു ഒരു പാട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഹിറ്റാണ് ഒരു മുഖം മാത്രം കണ്ണിൽ. അത് ഞാൻ വിത്തൗട്ട് എനി ഇൻസ്ട്രുമെന്റ്സ് സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പാടി. അത് വളരെ മനോഹരമായിരുന്നു സാർ. ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ 40 വർഷത്തോളം ആയിട്ട് ട്രൈ ആണ് ഈ വിസിലിംഗ് ഒന്ന് ട്രൈ ചെയ്താലോ ഒന്നും. പക്ഷെ ഇതുവരെ ഒന്നും നടന്നില്ല. അപശബ്ദങ്ങൾ മാത്രം. അറ്റ്ലീസ്റ്റ് ഇതുപോലും അറിയില്ലേ? അത് വരത്തില്ല. അതെനിക്കറിയാം. ഇങ്ങനെയൊക്കെ വരുള്ളൂ. സാറ് ശരിക്കും പറഞ്ഞ കുറച്ച് അസൂയ തോന്നുന്നുണ്ട് സാറിനോട്. അല്ല, അത്രത്തോളം സംഗീതം ഉള്ളിലുണ്ടെങ്കിലാണ് ഇതിങ്ങനെ വരണത്. തളിരിട്ടക്കിനാക്കൾ ഇങ്ങനെ പാടാൻ വളരെ ടഫാണ്. അപ്പൊ വിസിലി എന്ന് പറയുമ്പോ ഈവൻ ടഫറാണ് എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് സാറിന് 83 വയസ്സുണ്ടല്ലേ? അതുണ്ട്. പക്ഷെ മനസ്സിൽ ഭയങ്കര ചെറുപ്പമാണ്. ഈ അപ്പൂപ്പനായിട്ടും വിസിൽ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം സാർ ഇവിടെ ഈ പ്രസൻസിന്, ഈ സംഗീതത്തിന്. താങ്ക് യു സോ മച്ച്. അതെ, വളരെ വളരെ സന്തോഷം. എനിക്കൊരു നന്ദി പറയാനുള്ള, ഇവിടുത്തെ എല്ലാ ആൾക്കാരും വളരെ കോപ്പറേറ്റീവ് ആണ്, ഇൻക്ലൂഡിങ് അവർ. എന്നെ കണ്ടപ്പോഴേ ഓ മൈ ഓൾഡ് ഫ്രണ്ട്. Every day myself and wife sat below the TV and listened to this program. അതുകൊണ്ട് മീനൂട്ടിയെ മിസ് ചെയ്യാനൊക്കെയല്ലോ. അത് എനിക്ക് വളരെ, ഞങ്ങൾക്ക് ഒരു വലിയ ചേഞ്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക്, പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. അപ്പൊ ഞങ്ങൾ എന്നും 7 മണിയാകുമ്പോൾ കറക്റ്റ് അവിടെ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് ഈ പാട്ട് കേൾക്കും. പിന്നെ എനിക്ക് ജഡ്ജസിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജഡ്ജസ് ഓഫ് ദിസ് സീസൺ,
നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പിള്ളേരെ നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയുള്ള കമന്റ്സ് ആണ് ഇത് മുഴുവൻ. താങ്ക് യു സാർ, Thank you, വളരെ thank you. നമസ്തേ. നല്ല ചില പ്രോഗ്രാം വരുമ്പോൾ വിളിച്ചാൽ ഞാൻ സന്തോഷത്തിൽ വരും. 82 വയസ്സായി, ഞാൻ ഇപ്പം കയ്യെ പിടിച്ചോണ്ടൊക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ പിടിക്കും. എന്തായാലും മനസ്സ് ചെറുപ്പാണല്ലോ, അത് അതെ മതി. അത് മതി. അവർ ഇടയ്ക്ക് വരണം കേട്ടോ. ഓക്കെ. ഓ ഞാൻ ഇറക്കും. മധോക്ക്, ഓ ഈ രാത്രി നമ്മൾ സുപ്രഭാതം പറയാനായി ഒരാളെ വിളിക്കാൻ പോവാണ്. ആരായിരിക്കും? AM യെസ് AM. ഏയോ? അതിനു മുമ്പ് അമൃത. അതിനു മുമ്പ് ഒരു AM ഉണ്ട്. അതാരാ? അമൃതയുടെ ആദ്യത്തെ ആ, അമൃത. അതെ. അമൃത AM. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സുപ്രഭാതം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ തിരുവനന്തപുരം എന്ത് പറയണ്? തിരുവനന്തപുരം നല്ലതായി പറയുന്നു. എന്താണ് വിശേഷം? സുഖം. പിന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക് പാടിയ ഒരു പാട്ട്, ആ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ സ്കൂളിൽ വന്നിരുന്നു. ആ കലോത്സവത്തിനാണ് ഈ പാട്ട് പാടിയത്. അപ്പൊ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ മ്യൂസിക് ഡയറക്ടറിനെ എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. അങ്ങനെ മ്യൂസിക് ഡയറക്ടർ സ്കൂളിന്റെ ഒരു പ്രോഗ്രാം ബന്ധപ്പെട്ട് സ്കൂളിലോട്ട് വന്ന്. അപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറിനെ കണ്ടു, പിന്നെ അനുഗ്രഹം വാങ്ങിച്ചു, സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താ? ആനന്ദ് ജയറാം സാർ. ആനന്ദ് ജയറാമനാ? ഹായ് ആനന്ദ്, നമ്മുടെ ആളെ നമുക്ക് പരിചയമാണ്. ഒരു 2 ലൈൻ. കൃഷ്ണ 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 യമുനയായി ഒഴുകുന്ന നെയ്യാറിൻ തീരത്തെ കാർമുകിലൊളിവർണ്ണനുണ്ണിക്കണ്ണ നീ മീട്ടും മുരളിതൻ സ്വരരാഗസുതയിൽ ആമോദമാർന്നു ഞാനരുമക്കണ്ണ. ആമോദരായി ഞങ്ങളരുമക്കണ്ണ. യമുനയായി ഒഴുകുന്ന നെയ്യാറിൻ തീരത്തെ കാർമുകിലൊളിവർണ്ണനുണ്ണിക്കണ്ണ. ഇത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ കാണാനില്ലേ? കൊള്ളാം. നെയ്യാറും തീരത്തെ അല്ലേ? നെയ്യാറിൻ തീരത്തെ. പണ്ട് ജേട്ടന്റെ പാട്ടുണ്ടല്ലോ, നെയ്യാറിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. എന്ത് ബ്യൂട്ടിഫുൾ. അതെ അതെ അതെ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതെ സൂപ്പർ ആയിട്ടുണ്ട്. ആനന്ദേ കലക്കി. അതെ. അപ്പൊ ഇന്ന് പാട്ടേത്? ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ എന്ന് സ്വന്തം ജാനകിക്കുട്ടി. അതെ. ഇതിന്റെ ലിറിക്സും മ്യൂസിക്കും ഒരാളാണ്, കൈതപ്രം സാർ. യെസ്. ഇനി ബാക്കി ഡീറ്റെയിൽസ്. പാടിയത് ചിത്രാമ്മ. ഫിലിം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. വർഷം 1998. വെരി ഗുഡ്. ഇത് നമ്മുടെ ലെജൻഡറി ഡയറക്ടർ ഹരിഹരൻ സാറിന്റെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും തന്നെ മറക്കാൻ പറ്റാത്തതാണ് അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Thank you. ചെമ്പകപ്പൂ
സൂപ്പർ സൂപ്പർ. അമൃതക്കുട്ടി എന്തോ നല്ല മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ചില ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി. ഒരു മോഹാലസ്യം എന്ന് പറഞ്ഞല്ലേ, ഒരു സ്നേഹാലസ്യം ഒന്നുകൂടെ പാടിത്തരുമോ? ഇന്നു കരളിൽ അഴകിന്റെ മധുരമൊഴുകിയ മോഹാലസ്യം, ഒരു സ്നേഹാലസ്യം. ഹായ്, ബ്യൂട്ടിഫുൾ. കുഞ്ഞിന്റെ ശബ്ദത്തിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഭംഗി. ഇങ്ങനെ 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 ഒഴുകി 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 ഇങ്ങനെ വരുന്നുണ്ട്. അമൃതക്കുട്ടിക്ക് പറ്റിയ പാട്ട്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അനുപല്ലവിയിൽ അവിടെ ഇവിടെ ചെറിയൊരു പിച്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് തോന്നി. ബാക്കിയൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നടാ. താങ്ക് യു. നല്ല പ്രോഗ്രസ് ഉണ്ട്. ആ ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. മിടുക്കിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ സിംഗിങ്. ബ്യൂട്ടിഫുൾ സോങ്. എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. And thank you so much for selecting this song. വെൽക്കം. I love you. അമൃത, സുപ്രഭാതം. എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടിക്കണേ. ആ. ഒരുപാട് ഏരിയകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജേണി ചെയ്ത കേട്ടോ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതായിരിക്കും? ഒരു മോഹാലസ്യം. അല്ല, കണ്ണാടം പൊത്തി. അതെ. കളിനിലാവല്ലേ. ആ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ പെൺകിടാവല്ലേ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 വരികൾ എന്നാണ് കണ്ണാരം പൊത്തി പൊത്തി കിന്നാരം തേടിപ്പോകും മോഹപ്പൊന്മാനെ, കല്യാണ ചെക്കൻ വന്ന് പുന്നാരം ചൊല്ലുമ്പോൾ നീ എന്തു ചെയ്യും. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഒരു ചെറുത് ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ കല്യാണ ചെക്കൻ എന്നുള്ളത് ചേക്ക് പകരം ചീ പോലെ കേട്ടതുകൊണ്ട് കല്യാണ ചിക്കൻ. ചിക്കൻ ഇഷ്ടമാണോ? കല്യാണ ചിക്കൻ. ശരിയാ, കല്യാണ കേറ്ററിംഗ് വല്ല ആണെന്നോ. അവക്ക് എന്താ ചിരി വരും. അത് എനിക്ക് അങ്ങനെ തോന്നിയേട്ടാ. ആ. പിന്നെ ചെമ്പകപ്പൂ, ഞാനിപ്പോ പറയാണ് ചെമ്പകപ്പൂ എന്ന് പറയാം. ചെമ്പകപ്പൂ, ചെമ്പകപ്പൂ നമുക്ക് പല രീതിയിൽ പറയാം അല്ലേ. ആ. അപ്പൊ ഞാൻ പാട്ടിൽ വരുമ്പോ ഇതിൽ ഏത് ചെമ്പകപ്പൂവിനെ നമ്മൾ നുള്ളിയെടുക്കും? രണ്ടാമത്തെ. ആ. Yes. അപ്പൊ എങ്ങനെ പാടും? ചെമ്പകപ്പൂ കുറച്ചുകൂടെ ഒന്ന് പാവല്ലേ, കുറച്ചുകൂടെ സ്നേഹിച്ച് ചെമ്പകപ്പൂ. ചെമ്പകപ്പൂ ആ, ഓ, ഇപ്പൊ ഒത്തിരി സ്നേഹമായി കേട്ടോ. അതെ. ഓ, പാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമായി. അതെ അതെ, അത് കൊള്ളാം കേട്ടോ. ഭയങ്കര രസം. ONV സാറ് ചമ്പക പുഷ്പ സുവാസയാമെന്ന്. അതെ അതെ ചമ്പക പുഷ്പ. അതെ അതെ. ഇത് ചെമ്പകം എന്ന് പറയാം, ചമ്പകം എന്ന് പറയാം. അതെ. നമ്മുടെ ഒരു ചെമ്പകം ഉണ്ട്. ആ. ഞാൻ കമ്പോസ് ചെയ്തൊരു ചെമ്പകം. ആ. ആ ചെമ്പകത്തിന് നല്ലൊരു സുഗന്ധം ഉണ്ടായിരുന്നു അത് ചെയ്ത സമയത്ത്. അതിന് മെയിൻ കാരണം അത് പാടിയ ആളാ. ആ. അതാരായിരിക്കും? ഓ, പിന്നെ എന്തൊരു വിനയാന്ന് നോക്കിയേ. ഒരു വഴിക്ക് പോരട്ടെ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. ശരി. അത് പാടിയതാണ് മധു പലകൃഷ്ണൻ. ആ. മധു, ആ ചെമ്പകം പോരട്ടെ. Yes. ചെമ്പകമേ ചെമ്പകമേ ചന്ദനത്തേ ചന്ദിരനെ എൻ്റെ താമരപ്പൂവിനെ നോക്കരുതേ, മണിക്കാതിലൊരീണവും മൂളരുതേ, മഴ കഴിഞ്ഞാൽ വരും മാർഗഴിയിൽ വേളിക്കുമാളൊരുങ്ങും. ഓ ചെമ്പകമേ ചെമ്പകമേ ചന്ദനത്തേ ചന്ദിരനേ. ആഹാ. ഇതുണ്ടല്ലോ, ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ. അതിലെ ഒരു എന്നൊരു സാധനം വെച്ചിട്ടില്ലേ അനുപല്ലവിയുടെ അവസാനം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എന്തായാലും എത്രയായ സ്ഥിതിക്ക് അതും കൂടി എടുത്തോ. അതുകൂടെ ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ തുമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ.
അപ്പൊ അമൃതകുട്ടി, എന്തോ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. താങ്ക് യു. നല്ല സെലക്ഷൻ ആയിരുന്നു. ആ. പിന്നെ ആ ശബ്ദത്തിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഇവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്കും ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ജോഷുഭ. മീനൂട്ടിക്ക് മനസ്സിലായി മാർക്ക്. ഒരു വെറൈറ്റിക്ക് മീനൂട്ടി പറയുന്നു ജോഷിപ്പ. ജോഷുഭ. ഈ ട്യൂണിൽ വേണ്ട, പറയാം. വേണ്ട, ഈ വേണ്ട. ട്യൂണില്. ജോഷിപ്പ. കറക്റ്റ്. അപ്പൊ അമൃത കുട്ടീസ് ടുഡേ സ്കോർ ഈസ് ജോഷിപ്പ. 98 out of 100. അപ്പൊ അമൃതക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. ഇനി വരാൻ പോകുന്ന ആള് നമ്മുടെ ടോപ്പ് സിംഗർ വേദിയില് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന, Viral എവിടെ ചെന്ന താരം. അതെ, നമ്മുടെ വൈറൽ താരം. അത് മാത്രല്ല, എവിടെ ചെന്നാലും നമ്മുടെ അടുത്തൊക്കെ നമ്മൾ പറയും, ഒരു 100 പേര് വന്ന് പറയും ഇന്ന ആളെ അന്വേഷിച്ചു എന്ന് പറയണം. അന്വേഷിക്കണം. അതെ, അങ്ങനെ കുറേ അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എല്ലാവരുടെയും പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ്. ലെറ്റ്സ് വെൽക്കം സുഭദ്ര ഓൺ സ്റ്റേജ്. കുഞ്ഞാറ്റേ കരിമീൻ കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ വെൽക്കം ചേച്ചി. വെൽക്കം വെൽക്കം കുഞ്ഞാറ്റേ. വലിയ പുള്ളിയല്ലേ? ആണ്. ആണോ? അതെ. അതെ ആണ്. ആണെന്ന് അറിയാം. എന്നാലും ഒരു ചോദ്യം, ആണോ എന്നൊക്കെ. കുഞ്ഞാറ്റൂസ്, എന്തോ എന്താണ് വിശേഷം? വിശേഷം എന്താന്ന് പറഞ്ഞാ, ഞാൻ എൻ്റെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു, ഞാൻ പാട്ട് പഠിക്കണ ഒരു ക്ലാസ് ഉണ്ട്. ഹരിശ്രീ എന്നാണ് എൻ്റെ പേര്. അതില് ഡാൻസ് ക്ലാസ്, വയലിൻ ക്ലാസ്, അങ്ങനെ പിന്നെ പാട്ട് ക്ലാസ്, ഈ 3 എണ്ണം ഉണ്ട്. ഇതിലേതൊക്കെ പഠിക്കണ്ട്? ഞാൻ വയലിനും പാട്ടും പഠിക്കുന്നു. വയലിൻ പഠിക്കണ്ടോ? അത് കൊള്ളാലോ. പക്ഷെ അത് തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളു. വയലിനെ പോലും വെറുതെ വിടൂലല്ലേ? ഇല്ല 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 ഇല്ല. എങ്ങനെയുണ്ട്? പഠിച്ചു തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അത് ക്ലാസിക്കലാണോ വെസ്റ്റേൺ? നമ്മുടെ കർണാട്ടിക് ആണോ വെസ്റ്റേൺ ആണോ? അത് കർണാട്ടിക്. കർണാട്ടിക്കാണ്. അപ്പൊ സരിഗമപനിസാണ് ആ പഠിക്കുന്നത്. ആ, ആ. അപ്പൊ അതില് എനിക്ക് നേരത്തെ ട്യൂഷൻ എടുത്തയച്ച ഒരു ടീച്ചറുണ്ട് ആ ഹരിശ്രീയിൽ തന്നെ. അപ്പൊ ആ ടീച്ചറിനും അവിടത്തെ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കൂ. എനിക്ക് തോന്നി, അതാ പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അതെ. ആ ടീച്ചറുടെ പേരെന്താ? രമ ടീച്ചർ. അപ്പൊ ഹരിശ്രീയിലെ നമ്മുടെ കുഞ്ഞാറ്റ പഠിപ്പിക്കുന്ന രമ ടീച്ചർ. രമ ടീച്ചർക്കും കൂടെയുള്ള എല്ലാവർക്കും ഹായ്. ഞങ്ങളുടെ ഹായ്. ഹായ്. മക്കളെ, എന്തോ അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാ? ദേവദാരു പൂത്തു. ആഹാ. എൻ മനസ്സിൻ താഴ്വര. അപ്പൊ കുഞ്ഞാറ്റയുടെ ഒരു പുതിയ രൂപമാണല്ലോ ഈ പാട്ടിൽ വരിക, അല്ലേ? അതെ. ഇതുവരെയുള്ള പാട്ട് പോലെയല്ല. വെരി ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു സാർ. അത് കുഞ്ഞാറ്റയുടെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ബ്യൂട്ടി ഉണ്ട്. കാരണം കുഞ്ഞാറ്റ ഇതുവരെ ശ്രമിച്ചെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അതെ അതെ. ഒരു ജനസിലുള്ള പാട്ടാണ്, അല്ലേ? യെസ്. ദാറ്റ് ഇസ് വെരി ഗുഡ്. താങ്ക് യു സാർ. അതാണ് അഡ്വഞ്ചറസ് മൂവ്. താങ്ക് യു. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം എങ്ങനെ നീ മറക്കും, വർഷം 1983, മ്യൂസിക് ശ്യാം സാറ്, ലിറിക്സ് ചുനക്കര രാമൻകുട്ടി സാർ, പാടിയത് സുശീലാമ്മ. ദാസ് സാറും പാടിയിട്ടുണ്ട്. ഞാൻ സുശീലാമ്മന്റെ വേർഷനാണ് അപ്പൊ പാടുന്നത്. അത് ഹാപ്പി വേർഷൻ ആണ് പാടുന്നത്. യെസ്. യെസ്. ഓക്കെ, സൂപ്പർ. ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ശശികല നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഏഴഴകുള്ളൊരു തേരിൽ എന്റെ ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി ഉലകത്തിൻ സഖിയായി വിരിമാറിൽ കുളിരായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശീതിനിയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ ലലലാ ലാലാ ലലലാ ലലലാ ലാലാ ലലലാ. വെരി നൈസ്, വെരി നൈസ് സുഭദ്രകുട്ടി. താങ്ക് യു. കേറേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിരുന്നു കേട്ടോ ഹമ്മിങ്സ്. Thank you. കൊള്ളാം കൊള്ളാം, നന്നായിരുന്നു. കുഞ്ഞാറ്റേ എന്തോ കലക്കി. താങ്ക് യു. എനിക്കെപ്പോഴും ദാസാറിന്റെ വേർഷനാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കേട്ടോ. എന്റെ മനസ്സിൽ. കാരണം അത് ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും അതെ അതെ അതെ. എന്റെ സ്കൂളിൽ ഈ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക. 1983 ഇത് ഇറങ്ങുന്നത് അല്ലേ? ആ സമയത്ത് സ്കൂളിലാണ്. അപ്പൊ MMR ഹൈസ്കൂൾ ട്രിവാൻഡ്രത്ത് നീറമങ്കരയില് അവിടെയാണ് കേട്ടോ മീൻകുട്ടി ഉം. അച്ഛൻ പഠിച്ചത്. ഓ അപ്പൊ ആ സമയത്ത് അവിടെ യുവജനോത്സവത്തിലൊക്കെ ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ആഹാ. അങ്ങനെ അത് ദാസാറിന്റെ വേർഷനാണ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഇങ്ങനെ അതാണല്ലോ കുറച്ചും കൂടെ സ്ലോവർ ആണല്ലോ. ഇതിനെ പറ്റി ഒരു കഥയുണ്ട് കേട്ടോ. എന്താണ്? പറയട്ടെ കഥ. പറഞ്ഞു. അത് ശ്യാം സാർ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അതായത് ദാസാർ ഈ പാട്ടിന്റെ ഈ വേർഷൻ, അതായത് ഈ സാഡ് വേർഷൻ പാടാനായിട്ട് അല്ലെങ്കിൽ പാത്തോസ് വേർഷൻ പാടാനായിട്ട് സ്റ്റുഡിയോയിൽ വരികയാണ്. സ്റ്റുഡിയോ വരുന്ന സമയത്ത് ദാസാർ പറഞ്ഞു, അപ്പൊ സുശീലാമ്മ പാടിയതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സുശീലാമ്മയുടെ പാട്ട് മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ദാസാർ ശ്യാം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് ഒരു ടേക്കിൽ പാടും, ഒരൊറ്റ ടേക്കിൽ ഞാനിത് പാടും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അന്നത്തെ കാലത്താണേ, അപ്പൊ ശ്യാം സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ 100 രൂപ തരും. അന്നത്തെ 100 രൂപ. അന്നത്തെ 100 രൂപ എന്താ പറഞ്ഞു. അപ്പൊ അങ്ങനെ ദാസാറ് ഒരൊറ്റ ടേക്ക് പാടി. അത് ശ്യാം സാർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ദേവദാരു പൂത്തു എന്നുള്ള പാട്ടിന്റെ ദാസാറിന്റെ വേർഷൻ ഒരൊറ്റ ടേക്കിൽ പാടിയതാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് യേശുദാസ് സാറിന്റെ. തീർച്ചയായിട്ടും അതെ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞാറ്റ ഈ പാട്ട് എടുത്തതിൽ അങ്കിളിന് ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞാറ്റ മിക്കവാറും ഒരു ഫോക്ക് വേർഷൻ ഉള്ള പാട്ടുകൾ അല്ലെങ്കിൽ ശബ്ദം തുറന്നു പാടുന്ന പാട്ടുകൾ, അത്തരം പാട്ടുകളാണ് സ്ഥിരമായിട്ട് പാടാറ്. അതിനും വ്യത്യസ്തമായ ചില പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് ഒരു ടോട്ടൽ ഡിപ്പാർച്ചറാണ്. അത് സൂപ്പറാണ്. അപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്ററായിട്ട് പാടിക്കൂടെ. സാധാരണ കുഞ്ഞാറ്റ പാടുമ്പോൾ ഒരുപാട് ചെസ് വോയിസ് കൂടുതൽ വരും. അത് കുറച്ചിട്ട് ഒരു മിക്സ് വോയിസിന്റെ ലെവലിലോട്ട് ഇത് പാടുകയാണെങ്കിൽ കുറച്ചും കൂടെ കുഞ്ഞാറ്റയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള തോന്നൽ അങ്കിളിനുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ടൊന്ന് പല്ലവി ഒന്ന് പാടി കേൾപ്പിക്കാമോ? ദേവദാരു പൂത്തു
എൻ മനസ്സിൻ താഴ്വരയിൽ. ഇത് മതി. ഓ. ആ ഇത്രയും ക്വാണ്ടിറ്റി കൊടുത്താലാണ് കുഞ്ഞാറ്റയുടെ ശബ്ദം അസാധ്യമായിട്ട് ഈ പാട്ടിൽ വരുന്നത്. ഓക്കെ, ഓക്കെ ഇനി മേളിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, പൂനിലാവുമായി, ആ. അവിടെ ഒരു ചെറിയ ക്രാക്ക് വന്നില്ലേ? സെക്കൻഡ് ടൈം ആ അതെന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ടാ. ആ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ പഠിക്കോ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. സൂപ്പർ. യെസ്. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. കുഞ്ഞാറ്റ എടുത്താണ് കളി. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വേണ്ട. അപ്പൊ എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും മാത്രമേ കൊടുക്കാവുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോ എന്താവും? നന്നാകും, വളരെ ഭംഗിയാവും. അപ്പൊ ഇത് പാടിയത് അങ്കിളിന് ഒത്തിരി ഇഷ്ടമായി. അങ്കിളിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒത്തിരി കാലമായിട്ട് ഇവിടെ വച്ചിരിക്കുന്ന പാട്ടാണ്. അത് നമ്മുടെ കുഞ്ഞാറ്റ കുട്ടിയും കൂടെ പാടുമ്പോഴത്തേക്കും അങ്കിള് വീണ്ടും വീണ്ടും അത് ഇവിടെ തന്നെ വെക്കുന്നു. കേട്ടാ കുഞ്ഞാറ്റക്കിളി? എന്തോ എന്തായാലും കൊള്ളാട്ടെ ഇന്നത്തെ സെലക്ഷൻ. താങ്ക് യു. സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ട്രാക്കിൽ നിന്നൊരു പുതിയ ട്രാക്കിലേക്ക് മാറി സഞ്ചരിച്ചപ്പോൾ അതും എനിക്ക് പറ്റും എന്ന് തെളിയിച്ചു. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് നല്ല രസമായിട്ട് പാടി. ഇപ്പം ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ കറക്റ്റായി, പൂനിലാവുമായി. പക്ഷെ അതിന് മുമ്പിലത്തെ ശശികല കുറച്ചൊന്ന് ശ്രുതിയിൽ നിന്ന് ആടി നിന്നു. ദൂരെ വന്നു ശശികല. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, മിടുക്കിയാണ്, മിടുക്കി. ബ്രില്യൻ്റ് ആണ്. ഇതിൽ ഈ സിനിമയിൽ വേറെ നല്ലൊരു ഗ്രം പാട്ടുണ്ട്. ശങ്കരേട്ടനാണ് അതിൽ അഭിനയിച്ചത്. ശരത്കാല സന്ധ്യയാണ്. ശരത്കാല സന്ധ്യ. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ, ചിരിയായി ഞാൻ, പറഞ്ഞാലും അതു നീ. പാലപ്പൂഞ്ചോട്ടിൽ ജലദേവനെ അറിയാതെ നീ കരഞ്ഞില്ലേ, അതിനായി ഞാനോ നോവുന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കുഞ്ഞാറ്റക്കിളി, എന്തോ എന്റെയും കുഞ്ഞാറ്റയുടെയും ശബ്ദത്തിന്റെ ആ ഒരു റേഞ്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപോലെ ഇരിക്കുന്നു. അല്ലെങ്കിൽ റേഞ്ചിനേക്കാളും കൂടുതലും അതിന്റെ ഒരു വോയിസ് കൾച്ചർ സിമിലർ ആയതുകൊണ്ട് എനിക്ക് കുഞ്ഞാറ്റ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ പാട്ട് ഇവിടെ പാടുന്നതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. എസ്പെഷ്യലി മേളത്തെ വിരിയും പൂങ്കിനാവുമായി അവിടെ ഒരു പൂങ്കിനാ എന്നുള്ളതിന്റെ ആ അകാരം വരുമ്പോഴത്തേക്ക് നമ്മളുടെ സൂപ്പർ പവർ അവിടെ ഇങ്ങനെ നിൽക്കുക, അവിടെ ഇടിച്ച് തള്ളി എന്ന് പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അത്രയും കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഇതില് നിർത്താൻ പറ്റുള്ളൂ. ബിക്കോസ് യു ആർ ബോൺ ലൈക്ക് ദിസ്, വിത്ത് ദിസ് പവർ. ഈ ജനിച്ചതേ ഈ ഒരു പവർഫുൾ വോയിസ് ആയിട്ടാ. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ കുഞ്ഞാറ്റ പഠിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കുഞ്ഞാറ്റയുടെ ഈ പെർഫോമൻസ് എന്ന് എനിക്ക് മനസ്സിലായത്. വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി അമേസിങ്. കുഞ്ഞാറ്റ ആ വോയിസ് കൺട്രോള് പഠിക്കാനെടുത്ത ആ ഒരു എഫേർട്ടിനാണ് ഇന്നത്തെ കുഞ്ഞാറ്റയ്ക്ക് എന്റെ വക ഒരു ബിഗ് 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 റൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കെ, കുഞ്ഞാറ്റക്കിളി എന്നല്ലേ പേര്? കുഞ്ഞാറ്റ, എന്തോ. അപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്തായാലും നല്ലൊരു ശ്രമമായിരുന്നു. നന്നായിട്ട് ഭൂരിഭാഗം പാടി. ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്തെ. അതൊക്കെ വെച്ച് ഇന്നത്തെ പാട്ടിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.25 out of 100. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ കുഞ്ഞാറ്റക്കിളി എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്നെ സന്തോഷമായിട്ടിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഒത്തിരി പേര് അന്വേഷിച്ചു കേട്ടോ. ഞാൻ കുറെ പേരുടെ പേര് വിട്ടുപോയി. ഇങ്ങനെ എല്ലാവരും വന്ന് കുഞ്ഞാറ്റക്കിളി അന്വേഷിച്ചുകൊണ്ട് അവരുടെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. പക്ഷെ കുറെ പേര് അന്വേഷിച്ചു കേട്ടോ. താങ്ക് യു. ബൈ. ദേവദാരു പൂത്തു എൻ മനസ്സിൽ
നമ്മുടെ ടോപ്പ് സിംഗറിൽ മാജിക്കൽ മെലഡി റൗണ്ട് ആണ് വരുന്നത്. ഒരു സൂപ്പർ മെലഡി പെർഫോമൻസുമായിട്ട് നമ്മുടെ സാം കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. Hello, Sam. Hello. Hi. ഇന്ന് നല്ല ടിപ്പ് ടോപ്പ് അതെ ആയിട്ടാണ് കേട്ടോ. അതെ സാം ഒരു വലിയ ചേട്ടനെ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് വെക്കത്തില്ല, ഇങ്ങനെ ആ, zoom അതെ, out അതെ, ചെയ്ത് അതെ. അതുപോലെ ശരിയാ. ഇരിക്കുന്നു. മുടിയൊക്കെ സ്റ്റൈലായിട്ട് ചീകി. അതെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ആ. ജെന്റിൽമാൻ. അതെ Gentleman. താങ്ക് അതെ. യു. ജെന്റിൽമാൻ എന്താണ് ഇപ്പോഴത്തെ വിശേഷം? ഇപ്പോഴത്തെ വിശേഷം എനിക്ക് നമ്മുടെ അടുത്തുള്ള ചെമ്പ്ലാവ് മീനാക്ഷി ചേച്ചിയുടെ അടുത്തല്ലേ, അതെ അതെ. ചെമ്പ്ലാവ് പള്ളിയില് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ആ. അതാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പൊ ചെമ്പ്ലാവ് ആ അതെ അതെ. പള്ളിയില് ആ. ചീഫ് ഗസ്റ്റ്. ആ. ഷോ ഇത് ആരപ്പാ? അയ്യോ വലിയ ആളായല്ലോ. അതെ. പിന്നെ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാം കുറെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചേച്ചിയുണ്ട്, എന്റെ കസിൻ ചേച്ചിയാ, ഉം. പേര് ശ്രദ്ധാന്ന്. ശ്രദ്ധ. ആ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആ വളരെയധികം ഓ, ശരി. ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടാണ്. ഏ. അപ്പൊ ശ്രദ്ധ ചേച്ചിക്ക് ഒരു ഹൈ കൊടുക്കാമോ? കൊടുക്കാൽ ഇവിടെ വന്നിട്ടില്ലല്ലേ? ഇല്ല ഇല്ല. വന്നിട്ടില്ല. ഓ, ഇല്ല. അപ്പൊ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓ, ശരി ശരി. ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം അതെ, വരാൻ. അതെ. Yes. ഓക്കെ ശ്രദ്ധ ചേച്ചി. Hi. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? പവിഴം പോൽ പവിഴാതരം പോൽ. പിന്നല്ല, ആഹാ. മാജിക് മെലഡി, Classic, ശരിക്കും മാജിക്. classic. യെസ്. ക്ലാസിക്. ഓൾ ടൈം ക്ലാസിക്. യെസ് യെസ് യെസ്. സൂപ്പർ സെലക്ഷൻ ആണേ. ആ ജോൺസൺ ചണ്ട പാട്ട്, ജോൺസൺ. കട്ടൻ ചായ, എഡ്വി സാറിന്റെ വരികൾ, മഴ. ഓക്കെ ON സാറിന്റെ വരികൾ. വരികൾ. അതെ അതെ. പിന്നെ ദാസറിന്റെ ശബ്ദം. ഫിലിം ആ. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പ്. ആ. വർഷം 1986. യെസ്. ഡയറക്ടർ വൺ ആൻഡ് ഓൺലി, ജയരാജ്. അല്ല ഡയറക്ടർ വൺ ആൻഡ് ഓൺലി പത്മരാജൻ സാർ. ആ യെസ്. അപ്പൊ സൂപ്പർ ആണേ. ഓൾ ദി ബെസ്റ്റ് സാം കുട്ട. നന്നായി All the പാടേ. best. താങ്ക് യു താങ്ക് യു.
വെരി നൈസ്, വെരി നൈസ്, വെരി വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്റ്റർ സാംസങ് സോണി, എന്താ സാറേ? ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. ഇത് കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ പുറകോട്ടേക്ക് കൊണ്ടുപോവാണ്. ഒരു നൊസ്റ്റാൾജിയ. ആ ഒരു പണ്ടത്തെ കാലമൊക്കെ നമ്മളിങ്ങനെ ഓർത്തു വരിക ഈ പാട്ട് കേൾക്കുമ്പോൾ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഭൂരിഭാഗവും വളരെ സൂപ്പറായിട്ട്, വളരെ നന്നായിട്ട് പാടി താങ്ക് യു. കേട്ടോ. ആ. ഈ പവിഴം പോലെ ഇങ്ങനെ പാടി. പവിഴം പോൽ പവിഴം പോൽ. പവിഴം പോൽ. ഏറ്റവും ആദ്യം ആ ഗമകം ഉണ്ടോ? പവിഴം ആദ്യം. ഏറ്റവും ആദ്യം പ്ലെയിൻ അല്ലേ? പവിഴം പോൽ. ഏറ്റവും ആദ്യം പ്ലെയിൻ ആണ്. അതെന്ത് പിന്നെ പ്ലെയിൻ ആയിട്ട് പാടാഞ്ഞേ? പവിഴം പോൽ. ഇപ്പോഴും ഗമകം കൊടുത്താ പാടിയേ. പവിഴം പോൽ. പവിഴം പോൽ. യെസ്, ഏറ്റവും ആദ്യത്തെ അതാണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ പല്ലവി ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് പാടി. ദാസേട്ടൻ പാടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അനുപല്ലവി ഹൈ പിച്ച് പോണ സ്ഥലത്ത് കുറച്ച് സ്ട്രെയിൻ തോന്നിക്കുന്നുണ്ട്. സ്ട്രെയിൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. അന്ന് പാടി. അതെ, ടേക്കില് കുറച്ച് സ്ട്രെയിൻ തോന്നിക്കുന്നുണ്ട് ആ ഹൈ പിച്ച് പോകുന്ന ഭാഗത്തും. അതുപോലെ തന്നെ ബേസ് പകരുന്നു, പവിഴത്തിന്റെ പാ, അതൊക്കെ ബേസ് കിട്ടാനായിട്ട് കുറച്ച് സ്ട്രെയിൻ തോന്നിക്കുന്നുണ്ട്. വാമപ്പ് ഒക്കെ ചെയ്തായിരുന്നോ പാടുന്നതിന് മുന്നേ? ഇന്ന് ചെയ്തില്ല. ഇന്ന് ചെയ്തില്ല, ഡെയിലി ചെയ്യണം കേട്ടോ. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് പല്ലവിയിലെ നിറമുന്തിരി നിൻ ഒന്ന് പാളിപ്പോയി. നിറ എന്നുള്ള ക്ലിയർ ആയില്ല. ഓർമ്മയുണ്ടാ? അല്ലേ? നാക്കൊക്കെ കുഴഞ്ഞു പോയി. അത് ലാസ്റ്റ് പല്ലവിയില്ല. ഇതാണ് സംഭവിച്ചത്. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി, വളരെ നന്നായിട്ട് പാടി. സാം കുട്ടൻ എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിംഗറാണ് ഇവിടുത്തെ. ഒരിക്കലും അങ്ങനെ ഒരു ലെവലിൽ നിന്ന് താഴത്തേക്ക് പോവില്ല എന്നുള്ളതായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ ഇനി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. സംകുട, എന്താ സാറേ? നന്നായിട്ട് പാടിയുടെ. താങ്ക് യു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സോങ് സെലക്ഷൻ തന്നെയാ. എനിക്ക് രാത്രി പാട്ടുകളുണ്ട്. രാത്രി ഇങ്ങനെ ഉറങ്ങാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തനിച്ചായിരിക്കുമ്പോഴാണ് രാത്രി ഇങ്ങനെ ഉറക്കം വരില്ല. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇട്ടിട്ടാണ് അവസാനം ഉറങ്ങുന്നത്. കുട്ടഞ്ചേട്ടൻ പാട്ട് കേട്ട് ഉറങ്ങുമല്ലേ? ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പാട്ട് കേട്ട് ഉറങ്ങൂല. ഞാനും അങ്ങനെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. ആരെങ്കിലും ഞാനത് ശ്രദ്ധിക്കും. പാട്ടിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കും. ഇഷ്ടമുള്ള പാട്ടാണ് അവിടെ എങ്ങനെയൊക്കെയാ പാടിക്കണത് പിന്നെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കും. പക്ഷെ ഞാൻ ആക്ച്വലി ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സാർ മറ്റേ കാരവൻ ഗിഫ്റ്റ് ചെയ്തില്ലേ, അതിലത്തെ പഴയ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാമാവാൻ പറ്റുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു ഞാൻ. പുതിയ പാട്ട് കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റാത്തവരാകുമ്പോഴാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ മസിൽസ് ഒക്കെ ലൂസ് ആവണം. യു ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ഔട്ട്. നമ്മൾ കാമാവും. നമ്മുടെ മസിൽസ് ഒക്കെ ലൂസ് ആണ്. അതായത് ശാന്തമാകുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അങ്ങനെ ഹോർമോൺസ് ഉണ്ടല്ലോ, മെലറ്റോണിൻ ഉണ്ടല്ലോ, പലതുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ സയൻസ്. പക്ഷെ സയൻസ് അല്ല, നമ്മുടെ മനസ്സാണല്ലോ. അപ്പൊ മനസ്സിനെ ഏറ്റവും കീഴടക്കുന്നതാണ് പാട്ടെന്ന് പറയുന്നത്. പാട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അപ്പൊ അങ്ങനെ എന്റെ ദീർഘകാലമായിട്ടുള്ള കൂട്ടുകാരനാണ് ഈ പാട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പാട്ടിന്റെ സെലക്ഷൻ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ജോൺസേട്ടൻ ഒരു ട്രിബ്യൂട്ടും കൂടെയാണ് ഈ പാട്ടെന്ന് പറയുന്നത്, എക്കാലത്തും. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. മോൻ കുഞ്ഞാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മള് ചില പാട്ടുകൾ നമ്മൾ കറക്റ്റ് സംഗതി ആയിരിക്കും, കറക്റ്റ് ശ്രുതി ചേർന്നിരിക്കും. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് ഒരു കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ലയം എന്ന് വിളിക്കുക. ആ പാട്ടുമായിട്ട് ലയിക്കുക എന്നുണ്ടല്ലോ, നമ്മൾ ലയിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ പാട്ടിൽ ഒരുപാട് ലയം ഉണ്ടെങ്കിലാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. അത് 1-2 ഇടങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖസൗരഭമോ അത് പാടിയില്ലേ, അത് ലയമുണ്ടായിരുന്നു. മാതളം തായണേ. അത് പഠിക്കേ. അത് കറക്റ്റായിട്ട് ശ്രുതിയിൽ ഇങ്ങനെ ലയിക്കണം. അതില് മാ അങ്ങനെ വരാതെ മാ. അടുത്ത് സോഫ്റ്റ്. അടുത്തത് ആ നോട്ട് കറക്റ്റായിട്ട് ലയിക്കണം.
ലേ ലേ ആ ലേ ആ ഇതെല്ലാം ഓരോ നോട്ടും ഇങ്ങനെ ലയിക്കണം. ആ. അത് ലയിക്കാത്തതുകൊണ്ടാണ് തരളാർദ്രമിത തലചായ്ക്കുവാനായി എന്നുള്ള അവിടെ സ്ട്രെയിനും ഉണ്ട്. ആ. കാരണം മോന്റെ ഒരു ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത് ആ. ഇത് ഇത്രയും റേഞ്ച് ഉണ്ട്, ആ. ബേസിലുണ്ട് മേളിലോട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മോന് ബേസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, ആ. മേളിലോട്ടുള്ള കൂട്ടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ശ്രുതിയെ മോന് പറ്റുള്ളൂ. യെസ്. ആ കേട്ടോ, ആ. അത് സാരമില്ല, അങ്ങനെ പറ്റുള്ളൂ. ആ. പക്ഷെ ഈ ലയം നമുക്ക് ഇപ്പൊ ഇടയ്ക്കുള്ള ഒരു സംഗതിയില്ലേ, പവിഴം പോൽ അതെ. പവിഴാ പവിഴാതരം പോ ആ അതെങ്ങനെയാ? പവിഴാധരം പവിഴാ പവിഴാധരം പോ ആ പിന്നെ ഏറ്റവും അവസാനം നിർത്തുന്നത് എങ്ങനെയാ? പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ കേട്ടോ, കുറച്ചു നേരം സൈലൻസ് നമുക്ക് വന്നാലും ആ നോട്ട് ലിങ്കർ ചെയ്യും നമ്മൾ. അതിനാണ് ലയം എന്ന് പറയാ. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ആ ലയം നമ്മൾ ഓരോ പാട്ടിൽ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള മെലഡീസ് പാടുമ്പോഴത്തേക്കും നമുക്കത് അത്യാവശ്യമാണ്. Okay. ഒരു കാലത്തിനും അപ്പുറം നിൽക്കുന്ന പാട്ടുകൾ പാടുമ്പോൾ അങ്ങനെ വേണം കേട്ടോ. ഓക്കെ. ഓക്കെ സാംകുട്ട എന്തോ ചുരുക്കി പറയാം, ആ. കാരണം എല്ലാം മധുചേട്ടനും MJ സാറും പറഞ്ഞു കഴിഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ യു ആർ ടാലന്റഡ്, യുവർ ഇൻവോൾവ്മെന്റ് ഇസ് റിയലി ഗുഡ്, യുവർ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് റിയലി ഗുഡ്. മൊത്തത്തിൽ സോങ്ങിന്റെ സെലക്ഷനും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും സർ പറഞ്ഞ പോലെ ആ വോക്കൽസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു സെർട്ടൺ റേഞ്ചിലാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമുക്ക് താഴോട്ടേക്കുള്ള നോട്ട്സും മേളിലേക്കുള്ളതും പ്രാക്ടീസ് ചെയ്യണം. അതെ. ഓക്കെ, ഓക്കെ. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. യു ആർ വെരി ടാലന്റഡ്. താങ്ക് യു. അത് മാത്രമേ പറയാനുള്ളൂ. കീപ് ഗോയിങ്, ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പാടുക. ചേട്ടൻ പറഞ്ഞ പോലെ ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും ഉണ്ട് സാംകുട്ടൻ വരുമ്പോഴത്തേക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So, our gentleman going to be awarded 98.5 on 100 today. താങ്ക് യു. MJ അങ്കിൾ, നമ്മുടെ സാംകുട്ടനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ. അപ്പൊ MJ അങ്കിൾ വെൽക്കം, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. മീനുടി, എന്തോ നമുക്ക് മെലോഡിയസ് ആയിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? രാവിലെ രാത്രിയും സാംകുട്ടന്റെ വെള്ളി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ MJ അങ്കിൾ താങ്ക് യു, സാംകുട്ട താങ്ക് യു, ബൈ. ബൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു, നമ്മൾ കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു. ജഡ്ജസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും കോമ്പറ്റീഷൻ ഇങ്ങനെ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.